പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉമ്മമാര്, അന്നത്തെ ദിവസം, ഇന്ന് കല്യാണം നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണെങ്കിൽ തലേന്നും ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എങ്കിൽ മഗ്‌രിബിന് മുമ്പേ പോകും. മഗ്‌രിബും ഖളാ, ഇശായും ഖളാ, വൈകി വന്നത് കാരണം സുബഹിയും ഖളാ. നമുക്ക് അള്ളാഹുവിനോട് ഏറ്റവും നന്ദി ചെയ്യേണ്ട ദിവസമല്ലേ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചേക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്തു തന്നത്. അള്ളാഹുവിനോട് എത്ര നന്ദി ചെയ്താലും മതിയാവില്ല. അത്രയും വലിയ അനുഗ്രഹം അള്ളാഹു ചെയ്തു തന്നപ്പോൾ ആ ദിവസത്തിൽ തന്നെ തിരിച്ച് നന്ദി ചെയ്യാതെ ആ നിസ്കാരം മുഴുവനും ഖളാ ആക്കുന്ന നമ്മളുടെ ജീവിത ശൈലി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പ് നൽകുകയില്ല. ഈ തരത്തിലുള്ള തോന്നിയവാസങ്ങളുടെ കൂത്തരങ്ങുകളായി വിവാഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ രാജാവാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ വിവാഹം അവിടുത്തേക്ക് ആലോചിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹപ്രായമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ആലോചന നടത്തുന്നു. പലരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സ്വർഗ്ഗത്തിലെ നായികയാണ്. ആ ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സഹാബത്തിൽപ്പെട്ട പലരും മുന്നോട്ട് വരുന്നു. സമ്പന്നരായ പലരും മുന്നോട്ട് വരുന്നു. അവരോടൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം അറിഞ്ഞിട്ടല്ലാതെ ഒന്നും സംസാരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വന്നാലേ മറുപടി പറയാൻ കഴിയൂ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹാലോചനകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചെറുപ്രായം മുതൽക്ക് തന്നെ കൂടിയവരാണ്. ഹബീബിന്റെ കൊച്ചാപ്പയുടെ മകനാണ്, ഹബീബിന്റെ വളർത്തു മകനാണ്. മാത്രമല്ല അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവാഹാലോചന നടത്തണം. അതിന് തന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടുപോയി, അബൂ താലിബ് എന്നവര് മരണപ്പെട്ടുപോയി. പിന്നെയുള്ള സഹോദരനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ദൂരദേശമായ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിരിക്കുകയാണ്. അങ്ങ് വിദേശത്താണ്. അങ്ങനെ കല്യാണാലോചന നടത്താൻ ആരുമില്ല. അവസാനം മനസ്സോടുകൂടി മുത്തുനബിയോട് എങ്ങനെ പറയുമെന്ന മടിയോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഹബീബിനെ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ചോദിക്കാൻ കഴിയുന്നില്ല. നാണം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. പക്ഷേ ഖൽബറിയുന്നവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയെ, ഫാത്തിമയെ വിവാഹം ആലോചിക്കാനാണോ വന്നത്? അലി റളിയല്ലാഹു അൻഹു മറുപടിയൊന്നും പറയാതെ മൗനം സമ്മതം എന്ന തരത്തിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയെ, ഫാത്തിമയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ അല്ലാഹു എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. പക്ഷേ
പക്ഷേ മഹർ കൊടുക്കണം. മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത്? അലി റളിയല്ലാഹു അൻഹു മിസ്കീനാണ്. എന്താണ് ജോലി എന്നറിയുമോ? നാട്ടിൽ ഒട്ടകങ്ങളും കുതിരകളുമൊക്കെയുള്ള ആളുകൾക്ക് പുല്ല് ചെത്തിക്കൊണ്ട് കൊടുക്കുന്ന ജോലിയാണ് അലി റളിയല്ലാഹു അൻഹുവിനുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. എന്റെ കൈ മുതലായുള്ളത് ദുൽദുൽ കുതിരയുണ്ട്, ഒരു വാളുണ്ട്, ദുൽഫുഖാർ വാളുമുണ്ട്. ദുൽദുൽ എന്ന കുതിരയുണ്ട്, യോദ്ധാവാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു വാളുമുണ്ട്, ദുൽഫുഖാർ എന്നാണ് ആ വാളിന്റെ പേര്. ഇത് രണ്ടും മാത്രമേ എനിക്ക് കൈമുതലായുള്ളൂ നബിയേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട്, അലിയേ, ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഞാൻ ഒരു പടയങ്കി തന്നിട്ടുണ്ടായിരുന്നുവല്ലോ. ഒരു പടയങ്കി ഏറിയാൽ 3-4 ദിർഹം കിട്ടും ആ പടയങ്കി കൊടുത്താൽ. അലി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പടയങ്കി കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതിന്റെ പണവുമായി വരിക, അത് നമുക്ക് മഹറായി കൊടുക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം അതിന് വില കുറവാണ്, പക്ഷെ അതിന് ഇത്ര വില കിട്ടുമെന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ പടയങ്കിയുമായി അങ്ങാടിയിലേക്ക് പോകുകയാണ്. അങ്ങാടിയിൽ ഈ പടയങ്കി വിൽക്കാനിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് ആരാണ്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അലിയെ അങ്ങാടിയിൽ? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിത് ബദറിൽ ഉപയോഗിച്ച പടയങ്കിയാണ്, ഇത് ഞാൻ വിൽക്കാൻ വന്നതാണ്. ബദറിൽ ഉപയോഗിച്ച പടയങ്കി എന്ന് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉടനെ 400 ദിർഹം എടുത്തു കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു 400 ദിർഹം വാങ്ങി ആ പടയങ്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലിയേ, നിങ്ങൾ പരിശുദ്ധ ദീനിനു വേണ്ടി പോരാടുന്ന പോരാളിയല്ലേ, അതുകൊണ്ട് ഈ പടയങ്കി നിങ്ങൾക്ക് ഇനിയും ഉപകാരപ്പെടും, അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് സംഭാവനയായി നൽകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പടയങ്കി തിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ 400 ദിർഹം കൊണ്ടുവന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യുന്നതിനുള്ള മഹറായി കൊടുക്കുകയാണ്. ഇന്ന് മഹറിനൊന്നും ഒരു വിലയില്ല. സ്ത്രീധനം അതാണ് മുൻഗണന. മഹർ അത് ചിലപ്പോ 1 ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം. മഹറാണ്, പെണ്ണിന്റെ അവകാശമാണ് മഹർ. അത് അവൾക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ കൊടുക്കണം. അതാണ് പരിശുദ്ധ ദീൻ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു 400 ദിർഹം കൊണ്ട് കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുത്ബ നിർവഹിച്ചു, നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിവാഹം കഴിഞ്ഞു. ഇനി മണിയറയിലേക്ക് ഫാത്തിമ ബീവിയെ കൊണ്ടുപോകണം. അലി റളിയല്ലാഹു അൻഹുവിന് വീടില്ല. തന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും കൂടി താമസിക്കുന്ന ഒരു ചെറ്റപ്പുരയുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ ചെറ്റപ്പുരയുടെ സൈഡിലായി ഈന്തപ്പന ഓല കൊണ്ട് മറച്ച് ഒരു റൂമുണ്ടാക്കുകയാണ്. മദീനയുടെ രാജാവിന്റെ മകളെ കൊണ്ടുപോകാൻ. ചിന്തിക്കണം സഹോദരങ്ങളെ, ആ ചെറ്റപ്പുരയുടെ താഴെയുള്ളത് ചരൽക്കല്ലുകളാണ്. ആ ചെറ്റപ്പുരയിലേക്ക് ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്നു. രാത്രിയായി. അലി റളിയല്ലാഹു അൻഹു ആ മുറിയുടെ ഈന്തപ്പന കൊണ്ടുള്ള വാതിലൊക്കെ അടച്ചു. ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമ വിളക്കണക്കട്ടെ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ സമ്മതം വാങ്ങി വിളക്കങ്ങ് അണച്ചപ്പോൾ ഫാത്തിമത്തുൽ സഹ്റാ
റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരയുകയാണ്. ഫാത്തിമ ബീവി അങ്ങ് കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു പെട്ടെന്നങ്ങ് പേടിച്ചുപോയി. എന്താണ് ഫാത്തിമ ബീവി കരയുന്നത്? ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഈ പാവപ്പെട്ട അലിയിനെ, മിസ്കീനായ ഈ അലിയിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ? അതല്ല, നിന്റെ പിതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിഞ്ഞ വിഷമത്തിലാണോ? ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത്. ഫാത്തിമ ബീവി പറയുകയാണ്, അലിയാര് തങ്ങളെ അങ്ങാ ലൈറ്റങ്ങ് അണച്ചപ്പോൾ, ആ വെട്ടമങ്ങ് അണച്ചപ്പോൾ, ആ ഇരുട്ട് ഞാൻ കണ്ടപ്പോൾ, ഇതെന്റെ മണിയറയാണെങ്കിലും അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, എന്റെ പാരത്രിക ജീവിതത്തിലേക്കുള്ള എന്റെ മണിയറ, ആ ഖബറിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയാര് തങ്ങളോട് പറയുകയാണ്, അലിയേ ആ ലൈറ്റ് അണച്ചപ്പോൾ ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, എന്റെ മണിയറയുടെ സന്തോഷത്തിന്റെ ദിവസമാണെങ്കിലും ഈ ഇരുട്ട് കണ്ടപ്പോൾ എന്റെ ആഖിറത്തിലേക്കുള്ള യാത്രയിലെ എന്റെ മണിയറ, ആ ഖബറിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി അലിയേ. ഈ മണിയറയിൽ നിങ്ങളുണ്ട്, ആ ഖബറിൽ എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ നാമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പൊട്ടി പൊട്ടി കരയുകയാണ്. ആ രാത്രിയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും തീരുമാനമെടുക്കുന്നു, ഈ രാത്രി അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്, നമ്മൾ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരാക്കിയത്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയായി ഈ രാത്രി നമുക്ക് ഉറക്കമുളച്ച് ഇബാദത്ത് ചെയ്യാം, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവര് കടക്കേണ്ട സ്വർഗത്തിലല്ലേ നമുക്കും കടക്കേണ്ടത്? ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ കാണിച്ചിട്ട് ആ മഹ്ശറയിലേക്ക് ചെല്ലേണ്ടവരല്ലേ നമ്മൾ, ഖബറിലേക്ക് ചെല്ലേണ്ടവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയും, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് പതിവായി പോയി, വ്യാപകമായി പോയി, അതുകൊണ്ട് ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സ്വന്തമായൊരു തീരുമാനമെടുക്കുക. എന്റെ മകളുടെ വിവാഹത്തിന്, എന്റെ വീട്ടിലെ വിവാഹത്തിന് ഇത്തരം ഒരു പേക്കൂത്തുകളും ഞാൻ അനുവദിക്കുകയില്ല. വാപ്പമാരും ഉമ്മമാരും തീരുമാനമെടുത്താൽ അതിന്റെ അപ്പുറം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങളുടെ ജമാഅത്തിൽ ഇത്തരം വിഷയങ്ങൾക്കെതിരെ പൊതുയോഗം വിളിച്ചു, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ തെറ്റ് കുറ്റങ്ങൾ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു, ഈ വിഷയത്തിൽ കമ്മിറ്റി എന്ത് നിലപാടെടുത്താലും കമ്മിറ്റിയോട് എല്ലാവിധ ഐക്യദാർഢ്യവും ജനങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, ആ ജമാഅത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ വിവാഹം നടക്കുകയാണ് എങ്കിൽ കമ്മിറ്റിക്ക് സത്യവാങ്മൂലം എഴുതിത്തരണം. വിവാഹ പേക്കൂത്തുകൾ, അനിസ്ലാമികമായ ഒരു കാര്യങ്ങളും എന്റെ വീട്ടിലെ വിവാഹത്തിൽ ഉണ്ടാവുകയില്ല എന്ന് സത്യവാങ്മൂലം എഴുതി തന്നെങ്കിൽ മാത്രമേ അവിടുന്ന് ക്ലിയറൻസ് കൊടുക്കുകയുള്ളൂ. അല്ലാത്തവരുമായി ജമാഅത്ത് കമ്മിറ്റി സഹകരിക്കുകയില്ല. ഈ ഒരു നിലപാട് എല്ലാ സ്ഥലത്തും എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ തോന്നിയവാസങ്ങളും നമുക്ക് നിർത്താൻ കഴിയും. എങ്കിലേ ഈ സമുദായം രക്ഷപ്പെടുകയുള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും നമ്മെ പരീക്ഷിക്കും. പകർച്ചവ്യാധികൾ കൊണ്ട് പരീക്ഷിക്കും. കൊറോണ അല്ലെങ്കിൽ ഇനി അതിനേക്കാളും വലിയ സംഭവം ഇനി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.